തമാശ പറയുന്ന അവസരത്തിൽ അത് ആരോടാണ് പറയുന്നതെന്നും പറയുന്ന സന്ദർഭവും സാഹചര്യവും അനുയോജ്യമായി എന്നുള്ളൊരു ധാരണ ചുമ്മാതെ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പോരാ. ആ പറയുന്ന സമയവും സാഹചര്യവും നമ്മൾ നോക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പണ്ഡിതനെ ആദരിക്കുകയാണെന്നത് സുന്നത്തിൽപ്പെട്ടതാ. ആലിമീങ്ങളെ നമ്മൾ ആദരിക്കണം. എല്ലാ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് തമാശ പറയാൻ പാടില്ല. പറയാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് മാത്രമേ തമാശകൾ പറയാൻ പാടുള്ളൂ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തമാശയിൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തമാശ പറയുമ്പോൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താ? ചുമ്മാതെ വാതോന്നുന്നത് മുഴുവനും പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കൂട്ടുകാര് കൂടുമ്പോൾ, പടച്ചവനെ 4 പേര് കൂടുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് പല പല തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നവരുണ്ടല്ലോ. അതാ തന്റെ കൂട്ടുകാരോടൊപ്പം ഇരിക്കുന്ന സമയങ്ങൾ സന്തോഷിക്കുന്നവരുണ്ടല്ലോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? തമാശ പറയുമ്പോൾ ആ തമാശ പറയുന്ന സമയത്ത് പറയാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, തമാശയിൽ കളവ് പറയാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കള്ളം കെട്ടിച്ചമയ്ക്കുക, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇല്ലാത്ത കാര്യങ്ങൾ പറയുക. തമാശയായിട്ട് പോലും കളവ് പറയരുത്. തമാശയ്ക്ക് പോലും നിങ്ങൾ കള്ളം പറയരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാ, ഇന്നമാ യഫ്തരിൽ കദിബ അല്ലദീന ലാ യുഅ്മിനൂന ബിആയാതില്ലാഹ് വഉലൈക ഹുമുൽ കാദിബൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്, നിങ്ങൾ കള്ളം കട്ടിച്ചമയ്ക്കരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുമ്പോൾ, തമാശ പറയുന്നതിന്റെ ഇടയിൽ തന്റെ കൂട്ടുകാരെ ചിരിപ്പിക്കുവാൻ, അവരെ സന്തോഷിപ്പിക്കുവാൻ കഥകൾ പറയുന്നവരുണ്ടല്ലോ, കള്ളത്തരങ്ങൾ പറയുന്നവരുണ്ടല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അങ്ങനെ പോലും നിങ്ങൾ പറയാ പാടില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കപട വിശ്വാസികളുടെ ലക്ഷണം 3 എണ്ണമാണ്. കപട വിശ്വാസികളുണ്ടല്ലോ, അല്ലാഹുവേ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നവർ, എങ്കിലും അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല, കപട വിശ്വാസികളാണ്. ആ കപട വിശ്വാസികൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ 3 എണ്ണമാണ്. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, അവര് സംസാരിച്ചാൽ കളവ് പറയുന്നവരാ. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കപട വിശ്വാസികളായ മനുഷ്യരുടെ ലക്ഷണം പറഞ്ഞപ്പോ അവിടെ ഒന്നാമതായി പറഞ്ഞത്, അവര് സംസാരിച്ച കള്ളം പറയും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല കള്ളം. ഒരു തമാശയ്ക്ക് പോലും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമാശയ്ക്ക് പോലും കള്ളം പറയരുത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കള്ളം പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? നമ്മുടെ രാജ്യത്ത് കളവ് പറയാനുള്ള ഒരു ദിവസം തന്നെയുണ്ട്, ഏപ്രിൽ 1. ഏപ്രിൽ 1 കളവ് പറയാൻ, മനുഷ്യനെ പറ്റിക്കാനുള്ള ദിവസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയുടെ ചാരത്തിങ്ങനെ സുജൂദിൽ കിടന്ന് കരയുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കാണുകയാണ്. തന്റെ പിതാവ് സുജൂദിൽ കിടന്ന് കരയുന്നത് കണ്ടപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചെന്നിട്ട് ചോദിക്കുന്നു, ഉപ്പാ, എന്തിനാണ് ഉപ്പാ സുജൂദിൽ കിടന്ന് കരയുന്നത്? ആ സമയത്താണ് പ്രവാചകൻ പറഞ്ഞു, മോളെ ഫാത്തിമ, ഞാൻ നരകം കണ്ടു, ഞാൻ
നരകം കണ്ടു. ആ നരകത്തിൽ എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം കടന്ന് നിലവിളിക്കുകയാണ്. അവരുടെ രൂപം പടച്ചവനെ പന്നിയുടെ കോലമാണ്. അവര് പന്നിയുടെ കോലത്തിലെ നരകത്തിന്റെ തീക്കകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. ഞാനവരെ കണ്ടു എന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുന്നു, ഉപ്പാ അവരെന്ത് പാപം ചെയ്തവരാ, അവരെന്ത് തെറ്റ് ചെയ്തവരാ, അല്ലാഹു അവർക്ക് ഇങ്ങനെയുള്ള ശിക്ഷ കൊടുക്കാനുള്ള കാരണമെന്താ? മോളെ ഫാത്തിമ, അത് സംസാരിച്ചാൽ കള്ളം പറയുന്നവരാ, അത് സംസാരിച്ചാ കള്ളം പറയുന്നവരാണ്. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ സംസാരിച്ചാൽ കള്ളം പറയുന്നത് ഒരു സത്യവിശ്വാസിക്ക് ചേർന്നതല്ല. അത് മുനാഫിക്കിന്റെ അടയാളമാണ്. അത് കപട വിശ്വാസിയുടെ സ്വഭാവമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുന്നവനാണ്. പറയുന്ന വാക്ക് പാലിക്കാറില്ല. ചെയ്യാമെന്നൊരു വാക്ക് തന്നു കഴിഞ്ഞാൽ അത് പാലിക്കാത്തവൻ, അവന് കപട വിശ്വാസിയുടെ സ്വഭാവമാണ്. 3, വിശ്വസിച്ചാൽ അവനെ ചതിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കപട വിശ്വാസിക്ക് ഉണ്ടാകുന്ന 3 സ്വഭാവം: 1, സംസാരിച്ച കള്ളം പറയും; 2, പറഞ്ഞ വാക്കുപാലിക്കൂല; 3, വിശ്വസിച്ചാൽ അവൻ വഞ്ചിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തമാശ അല്പമാണെങ്കിൽ പോലും കളവ് നിങ്ങൾ പറയരുത്, കളവ് പറയരുത്. ഇന്ന് നടക്കുന്ന പല തമാശകളും വെറും കള്ളത്തരങ്ങൾ മാത്രമാണ്, ചിരിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് തമാശ കളവിങ്ങനെ പറഞ്ഞുകൊണ്ട് ചിരിപ്പിക്കുക. എന്നാൽ തമാശയിൽ പോലും കളവ് പറയാൻ പാടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തിൽ നാം അറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചരിത്രം പഠിപ്പിക്കുന്നത്, പ്രവാചകൻ ഇവിടെ നിന്നൊരു വീട്ടിലേക്ക് അസ്മാൻ ഉമ്മ സുലൈം ആരുടെയോ വീട്ടിലൊക്കെ ഇങ്ങനെ കയറി പോകുമ്പോൾ നബി തങ്ങൾ ഇങ്ങനെ വീടിനകത്തിരിക്കുമ്പോൾ വീടിന്റെ പുറത്തു നിന്ന് കളിക്കുന്ന കുഞ്ഞിനെ ഉമ്മ ഇങ്ങ് വിളിച്ചു, വാ മോനെ, ഒരു സാധനം തരാം, ഇങ്ങു വാ മോനെ, നിനക്ക് ഞാനൊരു സാധനം തരാമെന്ന് പറഞ്ഞു ഉമ്മ തന്റെ സ്വന്തം കുഞ്ഞിനെ വിളിക്കുകയാ. ആ സമയത്ത് നബി തങ്ങൾ ചോദിച്ചു, നീ എന്തെങ്കിലും കൊടുക്കാനാണോ വിളിക്കുന്നത്? കുഞ്ഞിനെ കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചല്ലോ, എന്തെങ്കിലും കൊടുക്കുമോ? ആ സമയത്ത് മഹദി പറഞ്ഞു, ഞാനൊരു ഈത്തപ്പഴത്തിന്റെ പകുതി കൊടുക്കാമെന്ന് കരുതി നബിയെ. നബി തങ്ങൾ പറഞ്ഞു, അത് നീ കൊടുത്തില്ലെങ്കിൽ കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതി വെക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഉമ്മ തന്റെ കുഞ്ഞിനെ വിളിക്കാം, മോനെ നകത്തേക്ക് വാ, നിനക്ക് ഞാൻ ഇന്ന് തരാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് കൊടുക്കാതിരുന്നാൽ നമ്മൾ അരിച്ചുവയ്ക്കേ. നമ്മുടെ വീടിനകത്തേക്ക് നമ്മുടെ മക്കൾ കള്ളം പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ദേഷ്യമാ. എങ്കിലും നമ്മുടെ മക്കൾ കള്ളം പറയാൻ പഠിപ്പിച്ചു തരാൻ നമ്മൾ തന്നെ. വീട്ടിലകത്തിരിക്കും, ആരെങ്കിലും വരുമ്പോൾ പറയും ഇവിടെ ഇല്ല എന്ന് പറയാൻ. വീട്ടിൽ ഫോൺ വരുമ്പോൾ പറയും എടുത്തിട്ട് ഉറങ്ങുക എന്ന് പറയാൻ. ജീവനോടിരിക്കുമ്പോഴും നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കളെ കള്ളം പറയാൻ പഠിപ്പിച്ചത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തമാശയ്ക്ക് പോലും കള്ളം പറയാൻ പാടില്ല എന്ന ദീൻ പഠിപ്പിക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സംസാരിക്കുകയും ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി കളവ് പറയുകയും ചെയ്യുന്നവനാണ് നാശം, അവനാണ് നാശമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വൈലുൽ ലില്ലദീ യുഹദ്ദിസു ഫയക്ദിബു ലിയുദ്ഹിക ബിഹിൽ ഖൗം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സംസാരിക്കുകയും ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി കളവ് പറയുകയും ചെയ്യുന്നവന് നാശം, അവനാകുന്നു നാശം, അവനാണ് നാശമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശാപവാക്ക് പോലെയാ മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തന്റെ ഭാഗത്താണ് നന്മയെങ്കിൽ പോലും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ താഴ്വാരത്ത് ഒരു വീട് ഞാൻ ഉറപ്പു നൽകുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. തന്റെ ഭാഗത്താണ് ന്യായമെങ്കിലും എന്റെ ഭാഗത്താണ് ന്യായമെന്നറിയാം എങ്കിൽ പോലും പടച്ചവനെ തർക്കം ഉപേക്ഷിക്കുകയാണ്. ഒരു തർക്കം വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഉപേക്ഷിക്കുകയാണ്.
ആ ഉപേക്ഷിക്കുന്ന മനുഷ്യന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സ്വർഗത്തിന്റെ താഴ്വാരത്ത് ഒരു വീട് കൊണ്ട് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ന്യായം നിന്റെ ഭാഗത്ത് തന്നെയാ, എന്നാലും എതിർഭാഗത്ത് നിൽക്കുന്നവനുമായിട്ടൊരു തർക്കമുണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ മാറുക. നമ്മൾ പിടിച്ച മാനിന് 5 കൊമ്പെന്ന രീതിയിൽ നമ്മൾ പറഞ്ഞത് നടക്കാൻ വേണ്ടി നാം എന്തു വേണമെങ്കിലും ചെയ്യും. നബിതങ്ങൾ പറയുന്ന സ്വർഗത്തിന്റെ താഴ്വരയിൽ ഞാൻ അവര് ഒരു വീട് കൊടുക്കാമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തമാശയ്ക്ക് പോലും കള്ളം പറയാത്തവന് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഞാനൊരു വീട് നൽകാൻ ഉറപ്പ് നൽകുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് തരും, തമാശയ്ക്ക് പോലും കള്ളം പറയാതിരുന്നാൽ. തമാശയ്ക്ക് പോലും കള്ളം പറയാത്തവന് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് നൽകാമെന്ന് ഉറപ്പ് നൽകുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, തന്റെ സ്വഭാവം നന്നാക്കിയവന് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഒരു വീട് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ താഴ്വരയിൽ, തമാശയ്ക്ക് പോലും കള്ളം പറയാതെ ഇരിക്കുന്ന മനുഷ്യന് സ്വർഗത്തിന്റെ മധ്യഭാഗം. പടച്ചവനെ, നല്ല സ്വഭാവമുള്ളവനുണ്ടല്ലോ, തമാശയ്ക്ക് പോലും കള്ളം പറയാതെ സംസാരിച്ചാൽ നല്ലത് മാത്രം പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്ത് ഒരു വീട് കൊടുക്കും. അല്ലാഹുവേ, ഞാനൊരു വീട് കൊണ്ട് ഉറപ്പ് നൽകുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇന്ന റജുല ലയതഖല്ലമു ബികലിമത്തിൻ യുദ്ഹിക ബിഹാ ജുലസാഉഹു യഹ്വി ബിഹാ മിൻ അബ്അദി മിനശ്ശുറാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ തന്റെ കൂട്ടുകാരനെ ചിരിപ്പിക്കുന്നതിനായി കളവായ ചില വാക്കുകൾ പറയുന്നുവെങ്കിൽ അവൻ ഭൂമിയിൽ നിന്ന് വിദൂരത്തേക്ക് ആണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തന്റെ കൂട്ടുകാരെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് അവന് തമാശയ്ക്കാണ് കളവ് പറയുന്നതെങ്കിൽ പോലും പടച്ചവനെ അവന് ഭൂമിയിലേക്ക് ആണ്ടുപോവുകയാണ്. അവന് ഭൂമിയുടെ വിദൂരത്തിലേക്ക് അവൻ ആണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, തമാശയിൽ പോലും കളവ് പറയുന്നത് ഉപേക്ഷിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ റസൂലിന്റെ പൂർണ്ണതയിൽ പെട്ടതാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത ഒരു സ്വഭാവം അതൊരു സത്യവിശ്വാസിക്കുണ്ടാകുന്ന ഗുണമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ തമാശ കാണിച്ച ചില സന്ദർഭങ്ങൾ പരിശോധിച്ചാൽ അവിടെ എങ്ങും മുത്തുനബി കള്ളം പറഞ്ഞിട്ടില്ല. പ്രവാചകന് യാതൊരു അംശവും അവിടെ നിന്ന് കലർത്തിയിട്ടില്ല. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല യാ റസൂലല്ലാഹ് ഇന്നക തുദാഇബുനാ ഖാല ഇന്നി ലാ അഖൂലു ഇല്ലാ ഹഖാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, സ്വഹാബികൾ നബിയോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ ഞങ്ങളോട് തമാശ പറയുന്നുവല്ലോ. സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങളോട് അവിടുന്ന് തമാശ പറയുന്നല്ലോ, അങ്ങ് ഞങ്ങളോട് തമാശ പറയുന്നല്ലോ. നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളോട് തമാശ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ സത്യമല്ലാതെ പറയുന്നില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാ വഹയ്യുഹാ, അല്ലാഹുവിന്റെ പ്രവാചകന് വഹയല്ലാതെ ഒന്നും പറയില്ലല്ലോ, പ്രവാചകന് കള്ളം പറയാറില്ലല്ലോ, ഞാൻ പറയുന്നത് മുഴുവനും സത്യമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞതായി ഇബ്നു ഉമൈർ തങ്ങൾ പറയുന്നു. ഉമൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നബി തങ്ങൾ തീർച്ചയായും ഞാൻ തമാശ പറയാറുണ്ട്, പക്ഷേ സത്യമല്ലാതെ ഞാനൊന്നും പറയാറില്ല. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ കുട്ടികളോട് അവരെ കളിപ്പിക്കുവാനോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയോ കളവ് പറയുന്നത് പൊതുവേ കണ്ടുവരാറുണ്ട്. മാതാപിതാക്കൾ കുട്ടികളെ കളിപ്പിക്കുവാനും അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയൊക്കെ കളവ് പറയാറുണ്ട്. നമ്മളിന്ന് കണ്ടുവരുന്ന കാര്യമാണ്. എങ്കിലും മാതാപിതാക്കൾക്ക് പഠിക്കാൻ ഒരൊറ്റ ഹദീസ് അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാ. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ വീട്ടിലുള്ള സമയം എൻ്റെ മാതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു, മോനെ ഇങ്ങോട്ട് കയറി വരിക, ഞാൻ നിനക്ക് എന്തെങ്കിലും ഒന്ന് തരാം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറയും, ഒരിക്കൽ മുത്തുനബി എൻ്റെ വീട്ടിലുണ്ടാകുമ്പോ എൻ്റെ ഉമ്മ എന്നെ വിളിച്ചു, മോനെ ഇങ്ങ് കയറി വാ, നിനക്ക് ഞാനൊരു കാര്യം തരാം, എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, നീ എന്തെങ്കിലും കൊടുക്കാനാണോ? അപ്പോൾ പറഞ്ഞു, നബിയെ ഈത്തപ്പഴം നൽകാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു കള്ളം രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, കള്ളം പറയാൻ പാടില്ല, തമാശയ്ക്ക് പോലും. തമാശയിൽ കള്ളം ചേർക്കാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2, തമാശയിൽ ഭയപ്പെടുത്താൻ പാടില്ല. തമാശയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ എന്തെങ്കിലും സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. എടുത്തു മാറ്റി വെക്കുക, മൊബൈൽ എടുത്ത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് മാറ്റി വെക്കുക, ചെരുപ്പ് എടുത്ത് മാറ്റി വെക്കുക. എന്തിന്? തമാശയ്ക്ക്. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന കൂട്ടുകാരൻ ഇറങ്ങിയിട്ട് ചെരുപ്പ് തരേ, എവിടെ അല്ല, എൻ്റെ ഒരു ചെരുപ്പ് എന്തേ അല്ല തരേ എന്ന് കളിപ്പീര്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മൊബൈൽ എടുത്ത് മാറ്റി വെച്ചിട്ട് മിണ്ടാതിരിക്കുക, ഒന്നും അറിയാത്തതുപോലെ തലയിന്ന് തൊപ്പി എടുത്ത് മാറ്റി വെക്കുന്നു, ഉറങ്ങുന്നവനെ പോയിരുന്ന് പറ്റിക്കാറില്ല, എല്ലാം തമാശയ്ക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, നിങ്ങൾ ഭയപ്പെടുത്താൻ പാടില്ല തമാശയിൽ. അൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീലയിൽ അവിടെ നിന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാ. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ഒരു യാത്ര പോകുകയായിരുന്നു. പ്രവാചകനും സ്വഹാബത്തും അവിടെ നിന്നൊരു യാത്ര പോയി. ആ യാത്രാമധ്യേ അവർ ഒരിടത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. അന്നേരം ഒരു സ്വഹാബി ഉറങ്ങിയപ്പോൾ മറ്റൊരാൾ അദ്ദേഹത്തിന്റെ കയറ് ചട്ട എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. നബിതങ്ങളും സ്വഹാബത്തും യാത്ര പോകുമ്പോൾ അവിടെ വിശ്രമിക്കുന്ന സമയത്ത് ഉറങ്ങുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കയറ് ഒരു ചട്ട എടുത്തിട്ട് അവിടെ നിന്ന് ഒളിപ്പിച്ചു വെച്ചു. ഉണർന്നപ്പോൾ അത് കാണാതെ അയാളിങ്ങനെ ഭയാശങ്കയിലായി. പടച്ചവനെ എന്തേ കാണുന്നില്ല, ഒരു വല്ലാത്ത ഭയം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമു ഭയപ്പെടുത്താൻ പാടില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഭയപ്പെടുത്താൻ പാടില്ല, അത് തമാശയ്ക്കാണെങ്കിൽ പോലും. നമ്മളോ ഉറങ്ങിയാൽ പോയിട്ട് അടുത്ത് പോയിരുന്ന് ശബ്ദം ഉണ്ടാക്കും പടച്ചവനെ പേടിപ്പിക്കാൻ. വളരെ നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യമാണ്. എങ്കിലും പ്രവാചകൻ പറഞ്ഞതൊരു തമാശയ്ക്ക് പോലും നിങ്ങൾ ഭയപ്പെടുത്താൻ പാടില്ല. അൻ അബ്ദുല്ലാഹി ഇബ്നു സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാ, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലാ യഖുദന്ന അഹദുകും മതാഅ അഖീഹി ലാഇബൻ വലാ ജാദ്. അബ്ദുല്ലാഹി ഇബ്നു അസ്വായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ തമാശയ്ക്കോ കാര്യമായിട്ടോ മറ്റൊരാളുടെ സാധനം എടുത്തു മാറ്റാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി. തമാശയ്ക്കാകട്ടെ കാര്യമായിട്ടാകട്ടെ ഒരാളുടെയും സാധനം എന്ത് ചെയ്യാൻ പാടില്ല, എടുത്തു മാറ്റി ഒളിച്ചു വെക്കാൻ പാടില്ല, കളിപ്പിക്കാൻ പാടില്ല, പേടിപ്പിക്കാൻ പാടില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.